പക്ഷെ അങ്ങനെ വെടിക്കെട്ട് നിർത്താനാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യാമല്ലോ, കമ്മീഷനല്ല ചെയ്യണ്ടേ. എന്നാൽ പിന്നെ ഗവൺമെൻറ് കമ്മീഷൻ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ഒരുപക്ഷെ കമ്മീഷൻ ശുപാർശ ചെയ്യണമെന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വെടിക്കെട്ട് നിർത്തിക്കൊള്ളാൻ പറയാൻ സർക്കാരിൻ്റെ വിധിൻ പവേഴ്സ് ഇത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിന് കമ്മീഷൻ്റെ ആവശ്യമില്ലല്ലോ. ഉദ്യോഗസ്ഥലത്ത് വീഴ്ചകളുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഉദ്യോഗസ്ഥരെ എന്തെല്ലാം ചുമതലകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഫയർഫോഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം, അല്ലെ അവരുടെ അപ്രൂവൽ ഉള്ളിടത്ത് വേണം ഷെഡ് കെട്ടാൻ, അവരതിൻ്റെ പാറ്റേൺ അപ്രൂവ് ചെയ്യണം, അവരതിൻ്റെ ഡിസൈൻ അപ്രൂവ് ചെയ്യണം, സ്റ്റോറേജിൻ്റെ ലിമിറ്റ് അപ്രൂവ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വീഴ്ച ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും തീർച്ചയായിട്ടും. സർ, ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ വെടിക്കെട്ടുകൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കൂടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കമ്മീഷൻ അന്വേഷണം എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അല്ല, വെടിക്കെട്ടിന് ഓൾട്ടർനേറ്റീവ് ഇല്ല. വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ, അതായത് ഏതെല്ലാം രീതിയിൽ മുൻകരുതലുകൾ എടുത്ത് അപകടമില്ലാതെ വെടിക്കെട്ട് നടത്താൻ നോക്കുന്നു പറയാൻ നോക്കും. തീർച്ചയായിട്ടും അപകടമില്ലാതെ വെടിക്കെട്ടുകൾ എത്ര വർഷം നടത്തി. അല്ല, ഈ വെടിക്കെട്ടുകളിൽ അപകടം ഇൻവേരിബിളി വേണമെന്നില്ലല്ലോ. വെടിക്കെട്ടുകളിൽ വളരെ ചുരുക്കമല്ലേ. ഇപ്പം നമുക്ക് മരടിൽ വലിയ വെടിക്കെട്ടുണ്ട് എറണാകുളത്ത്. എനിക്ക് അറിയാവുന്ന കൂടുതൽ എറണാകുളമാണ്. മരട്, അതുപോലെ നമ്മുടെ പുതിയകാവ്, അവിടെയെല്ലാം ഭയങ്കര വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപകടങ്ങൾ വളരെ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്, ശരി. പക്ഷേ അപകടങ്ങൾ തീർത്തും ഇല്ലാതെ അപകടരഹിതമായിട്ട് വെടിക്കെട്ട് നടത്താൻ സാധിക്കണം. ഉത്സവത്തിനെ വർണ്ണാഭമാക്കുന്നത് വെടിക്കെട്ടാണ്. എന്തായാലും വെടിക്കെട്ട് നിർത്താൻ ഒരു ശുപാർശ എന്തായാലും കമ്മീഷന്റെ ഇതിലുണ്ടാകില്ല. വെടിക്കെട്ട് നിർത്തണം അങ്ങനത്തെ ഒരു ശുപാർശ എന്തായാലും ഉണ്ടാകും. അത് കമ്മീഷൻ അങ്ങനെ വെടിക്കെട്ട് നിർത്താനാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യാമല്ലോ, കമ്മീഷനല്ല ചെയ്യണ്ടേ. എന്നാൽ പിന്നെ ഗവൺമെൻറ് കമ്മീഷൻ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ഒരുപക്ഷെ കമ്മീഷൻ ശുപാർശ ചെയ്യണമെന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വെടിക്കെട്ട് നിർത്തിക്കൊള്ളാൻ പറയാൻ സർക്കാരിൻ്റെ വിധിൻ പവേഴ്സ് ഇത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിന് കമ്മീഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം വെടിക്കെട്ട് നിർത്തുന്നതിനെക്കുറിച്ച് കമ്മീഷൻ ആലോചിക്കാൻ ഗവൺമെൻറ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മീഷന് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. പക്ഷേ കമ്മീഷന് അങ്ങനെ ഒരു ശുപാർശ ചെയ്യണത് പ്രായോഗികമോ അതുപോലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു റിപ്പോർട്ടായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ പറയട്ടെ, അപകടരഹിതമായിട്ട് എത്രയോ സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുന്നു. തൃശ്ശൂർ എത്ര വർഷമായി വെടിക്കെട്ട്, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടാണ് പ്രധാനം. അത് അവിടെ ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ട് കാണാനാണ് ആൾക്കാരിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം വെടിക്കെട്ട് നിർത്താൻ പറയണതൊന്നും ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. അപകടരഹിതമായിട്ട് എങ്ങനെ വെടിക്കെട്ടുകൾ നടത്തണം എന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അനുസരിച്ച് വേണം ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി നടത്താൻ, റിപ്പോർട്ട് കൊടുക്കാൻ. കമ്മീഷൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ് പോലെയാണ്. എൻക്വയറി നടത്തേണ്ടത് എല്ലാവരെയും, തൽപര കക്ഷികളെ എല്ലാവരെയും കേൾക്കണം. അതുപോലെ വിദഗ്ധരുടെ അഭിപ്രായം എടുക്കണം. അങ്ങനെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, ഇപ്പം എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, അതുപോലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൻ്റെ, അവരുടെ എല്ലാം അഭിപ്രായം മേടിക്കും.